ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പിസ്സ റോളാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം നമുക്ക് പിസ്സ ബേസിന് ആവശ്യമായിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിൽ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ പൊടിയിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒരു കോഴിമുട്ട ബീറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്നത് ചെറുചൂടുപാൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ചെറുചൂടുവെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 3/4 കപ്പ് ചെറുചൂടുപാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത് മാവ് നല്ലതുപോലെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം കേട്ടോ ഇത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും കേട്ടോ നമ്മുടെ മാവ്. ഇനി ഞാൻ അതേ ബൗളിൽ കുറച്ച് എണ്ണ തടവി മാവ് ഇതിൽ വെക്കുന്നുണ്ട്. മാവിൻ്റെ മുകളിലും കുറച്ച് എണ്ണ തടവിയും കുറഞ്ഞതൊരു 1.5 മണിക്കൂറെങ്കിലും ഇത് നിങ്ങൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ 2.5 മണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള പ്ലേസൊക്കെ ആകുമ്പോൾ 1.5 മണിക്കൂർ ഒക്കെ മതിയാവും ഇതൊന്ന് ഡബിൾ സൈസായിട്ട് കിട്ടാനായിട്ട്. ഞാനപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് റാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നനഞ്ഞ തുണിയോ മൂടിയോ വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഡബിൾ സൈസായിട്ട് നല്ല ഹോൾസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടി വിതറിയിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു തിക്നെസ്സിലും വലുപ്പത്തിലും പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ 2 കളറ് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ വറുത്തത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സോസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പിസ്സ സോസാണ് ഇഷ്ടമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഹോം മെയ്ഡ് മൊസറല ചീസ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പരത്തി വെച്ചിരിക്കുന്ന പിസ്സ ഡോവിൻ്റെ മുകളിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ മൊസറല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം ഇവയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. കൂടെ ചിക്കൻ പീസുകളും നമുക്കിതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ വീണ്ടും മൊസറല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അതിനുശേഷം കത്തി വെച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. കത്തിയിൽ കുറച്ച് ഓയിൽ പുരട്ടി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാനും ഇതുപോലെ റോളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഒരു ബട്ടർ പേപ്പറിൽ നല്ലതുപോലെ ഓയിൽ പുരട്ടിയ ഒരു ട്രേയിലേക്ക് സെറ്റ് ചെയ്യുകയാണ്. ഇത് ഞാനൊരു പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് പാലൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 250 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് എനിക്കിവിടെ ബേക്ക് ആവാനായിട്ട് വേണ്ടി വന്ന സമയം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അടുത്തത് ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.